ഖുശ്ബുവിൻ്റെ സൗന്ദര്യ രഹസ്യം എന്ന് പറഞ്ഞാൽ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന ഓയിൽ തേച്ചുള്ള മസാജാണ് ചുളികളൊക്കെ മാറാനായിട്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഓയിലും. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്, ഇതാണ് നമ്മുടെ ഫെയർനെസ് ഓയിൽ. കുറേ പച്ചമരുന്നുകളും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലവറും ബീറ്റ്റൂട്ടും ക്യാരറ്റും എല്ലാം കൂടി തയ്യാറാക്കുന്ന ഒരു ഓയിലാണ് കേട്ടോ. അപ്പം ഞാനിത് എന്നും തേച്ച് മസാജ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ സ്കിന്ന് നല്ല ഗ്ലോ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നല്ലപോലെ പിഗ്മെൻറ്റേഷനൊക്കെ മാറി നമ്മുടെ കണ്ണിൻ്റെ അടിയിലെ കറുപ്പും മുഖത്തെ കറുപ്പും പാടുകളും ഒക്കെ മാറാനായിട്ട് സഹായിക്കുന്ന ഒരു ഓയിലാണ് കേട്ടോ. ഇത് നമ്മുടെ ഹെയർ ഓയിലാണ് കേട്ടോ. കൈ തേച്ചപ്പോൾ തന്നെ എന്തൊരു കറുപ്പാന്ന് നോക്കിയേ. അപ്പം നമ്മുടെ മുടിയെ തേക്കുന്ന കാര്യം നോക്കി നോക്കിയത് ക്രമേണ നല്ല കറുപ്പ് നിറവായിട്ട് നമ്മുടെ ഓയിൽ നമുക്ക് തലയെ തേക്കുമ്പോൾ തന്നെ നല്ലൊരു കറുപ്പാണ് നമ്മുടെ മുടിക്ക് കിട്ടുന്നത്. ഇത് കണ്ടോ, നമ്മുടെ ഓയിലിൻ്റെ കളർ ഞാൻ കാണിക്കാം. ഇത് കണ്ടോ, കണ്ടോ, ഈ ഒരു കളറാണ് നമ്മുടെ ഓയിലിന്. അപ്പം നമ്മുടെ മുടിയിലൂടെ തേക്കുമ്പോൾ നല്ലൊരു തേച്ച് വരുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ട് സഹായിക്കുന്ന ഓയിലാണ് കേട്ടോ. അതുപോലെ തന്നെ മുടി നല്ല കട്ടിയായിട്ട്, ഈ 50 വയസ്സുള്ള എൻ്റെ മുടി ഇത്രയും നല്ല കട്ടിയോടുകൂടി നല്ല കറുപ്പോടുകൂടിയും ഒറ്റ നരയില്ലാതെയും വരണമെങ്കിൽ ഞാൻ എൻ്റെ ഓയിലിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലോ. ഇതാണ് നമ്മുടെ ഹെയർ ഓയിൽ. താരം മാറ്റാനായിട്ടും മുടി കൊഴിച്ചിലിനും നര മാറി കിട്ടാനായിട്ടും റൂട്ടിൽ നിന്ന് വരുന്ന മുടിയൊക്കെ നല്ല കറുപ്പ് മുടികളായിട്ട് കിട്ടാനായിട്ടും അപ്പം നല്ല റിസൾട്ടാണ് നമ്മുടെ ഓയിലിന്. നല്ലപോലെ കറുത്ത മുടിയായിട്ട് നല്ല അരിച്ചെടുക്കും. അതിന് ശേഷമാണ് നമ്മൾ പായ്ക്ക് ചെയ്യുന്നത്, കുപ്പികളിലൊക്കെ ആക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്, ഇതാണ് നമ്മുടെ ഫെയർനെസ് ഓയിൽ. കുറേ പച്ചമരുന്നുകളും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലവറും ബീറ്റ്റൂട്ടും ക്യാരറ്റും എല്ലാം കൂടി തയ്യാറാക്കുന്ന ഒരു ഓയിലാണ് കേട്ടോ. അപ്പം ഞാനിത് എന്നും തേച്ച് മസാജ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ സ്കിന്ന് നല്ല ഗ്ലോ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നല്ലപോലെ പിഗ്മെൻറ്റേഷനൊക്കെ മാറി നമ്മുടെ കണ്ണിൻ്റെ അടിയിലെ കറുപ്പും മുഖത്തെ കറുപ്പും പാടുകളും ഒക്കെ മാറാനായിട്ട് സഹായിക്കുന്ന ഒരു ഓയിലാണ് കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ടാണ്. അപ്പോൾ ഇത് ഞാൻ മുഖത്ത് തേച്ച് കാണിക്കാം. അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ ആ ഓയിലിൻ്റെ കണ്ട ഞാൻ തേച്ചതിൻ്റെ ബാക്കി വെച്ചേക്കുന്നതാണ്. അപ്പം നമ്മൾ നല്ലതായിട്ട് ഇങ്ങനെ തേച്ചിട്ട് കുറച്ച് 3-4 ഡ്രോപ്സ് മതി തേച്ചിട്ട് നമ്മൾ മൊത്തം തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഒന്ന് മസാജ് കൊടുക്കുക കേട്ടോ. നമ്മുടെ മുഖത്തൊന്ന് മസാജ് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു മസാജ്, ഞാൻ ഇങ്ങനെയാണ് മസാജ് കൊടുക്കുന്നത്. ഞാൻ ചെയ്യുന്ന മസാജ് കാണിച്ചു തരാം. ഓയിൽ തേച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ റിങ്കിൾസൊക്കെ നല്ല രീതിയിൽ കുറയാൻ സഹായിക്കും. അപ്പം നമ്മുടെ ഈ ഓയിൽ നല്ല രീതിയിൽ നമുക്ക് റിങ്കിൾസ് കുറയാനും അതുപോലെ തന്നെ കറുത്ത പാടുകളും കലകളും മാറി മുഖം നല്ല ബ്രൈറ്റ് ആവാനായിട്ടും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷനൊക്കെ മാറാനായിട്ടും കരിവാളിപ്പ് മാറാനായിട്ടും ഒക്കെ നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നെല്ലാം നന്നായിട്ട് മാറി നല്ല സോഫ്റ്റായി കിട്ടാനായിട്ടും ഒക്കെ നല്ലതാണ് നമ്മുടെ ഒരു ഓയിൽ കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ മസാജ് ചെയ്യുക. എന്നിട്ട് കണ്ണിൻ്റെ അടിയിലൊക്കെ ആണെങ്കിൽ മോതിരവിരൽ വെച്ച് മസാജ് കൊടുക്കുക. ഇങ്ങനെ പിരിയൊക്കെ അപ്ലിഫ്റ്റ് ചെയ്ത് മസാജ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ റിങ്കിൾസ് കുറയാൻ സഹായിക്കുന്ന മസാജ്. നല്ല രീതിയിലൊരു മസാജ് കൊടുക്കുക. നമ്മളൊരു 1-2 മിനിറ്റോളം ഒരു മസാജ് കൊടുത്താൽ മതി. ഡെയിലി ചെയ്യുന്നതുകൊണ്ട് ഡെയിലി ചെയ്യുമ്പോൾ 5 മിനിറ്റൊന്നും കൊടുക്കണ്ട. 1-2 മിനിറ്റ് നമ്മളൊന്ന് മസാജ് ഈ ഓയിൽ ചെയ്യുന്ന നേരത്ത് മസാജ് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്തു പോകുന്നത് നമ്മുടെ ഓയിലിട്ട്. അപ്പോൾ നല്ല തിളക്കമാണ് നമ്മുടെ ഓയിലിന്. ഇത് കണ്ടോ, നല്ലൊരു തിളക്കമാണ് മുഖത്ത് തേച്ച് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പം മസാജ് ചെയ്തപ്പോൾ നന്നായിട്ട് അബ്സോർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിളക്കം നമുക്ക് എപ്പോഴും ഡെയിലി ചെയ്യുമ്പം ഈ ഒരു തിളക്കം നമ്മുടെ മുഖത്ത് നല്ല രീതിയിൽ ഗ്ലോ ചെയ്യും. നമ്മുടെ മുഖം നമുക്ക് കാണാം. കുങ്കുമപ്പൂവ് അതുപോലെ തന്നെ നമ്മുടെ റോസാപ്പൂവ് ചെത്തിപ്പൂവ് എല്ലാം കൂടെ ചേർത്തുള്ള ഒരു ഫെയർനെസ് ഓയിലാണ് കേട്ടോ. ഈ ഫെയർനെസ് ഓയിൽ എൻ്റെ കാലിൽ തേച്ചപ്പോൾ നല്ലൊരു ബ്രൈറ്റ്നെസ്സും ഒക്കെ വന്നിട്ടുണ്ട്. കറുത്ത പാടൊക്കെ നന്നായിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. അതുപോലെ ടാനെല്ലാം നന്നായിട്ട് മാറി കിട്ടും, കൈകളിലെയും കാലുകളിലെയും ഒക്കെ. അപ്പം നമ്മൾ ഈ ഓയിലിലെ എല്ലാ കൂട്ടെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ എള്ളെണ്ണയ്ക്കകത്താണ് ഉണ്ടാക്കുന്നത്. ചുളിവുകളൊന്നും വരാതിരിക്കുന്ന ആൾക്കാർ 30 വയസ്സുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മുടെ ഈ ഓയിൽ തേച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10-60 വയസ്സായാലും ഒരു ചുളിവ് വരാതെയൊക്കെ നമുക്കൊന്ന് തടഞ്ഞു നിർത്താൻ പറ്റും. കണ്ടോ, നമ്മുടെ ഓയിലിൻ്റെ കളർ ഞാൻ കാണിക്കാം. ഇത് കണ്ടോ, ഈ ഒരു കളറാണ് നമ്മുടെ ഓയിലിന്. അപ്പോൾ നമ്മുടെ മുടിയിലൂടെ തേക്കുമ്പോൾ നല്ലൊരു തേച്ച് വരുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ട് സഹായിക്കുന്ന ഓയിലാണ് കേട്ടോ. അതുപോലെ തന്നെ മുടി നല്ല കട്ടിയായിട്ട്, ഈ 50 വയസ്സുള്ള എൻ്റെ മുടി ഇത്രയും നല്ല കട്ടിയോടുകൂടി നല്ല കറുപ്പോടുകൂടിയും ഒറ്റ നരയില്ലാതെയും വരണമെങ്കിൽ ഞാൻ എൻ്റെ ഓയിലിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലോ. ഇതാണ് നമ്മുടെ ഹെയർ ഓയിൽ. താരം മാറ്റാനായിട്ടും മുടി കൊഴിച്ചിലിനും നര മാറി കിട്ടാനായിട്ടും റൂട്ടിൽ നിന്ന് വരുന്ന മുടിയൊക്കെ നല്ല കറുപ്പ് മുടികളായിട്ട് കിട്ടാനായിട്ടും അപ്പോൾ നല്ല റിസൾട്ടാണ് നമ്മുടെ ഓയിലിന്. നല്ലപോലെ കറുത്ത മുടിയായിട്ട് നല്ല അരിച്ചെടുക്കും. അതിന് ശേഷമാണ് നമ്മൾ പായ്ക്ക് ചെയ്യുന്നത്, കുപ്പികളിലൊക്കെ ആക്കുന്നത് കേട്ടോ.
അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫെയർനെസ് ഓയിൽ. കുറേ പച്ചമരുന്നുകളും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലവറും ബീറ്റ്റൂട്ടും ക്യാരറ്റും എല്ലാം കൂടി തയ്യാറാക്കുന്ന ഒരു ഓയിലാണ് കേട്ടോ. അപ്പം ഞാനിത് എന്നും തേച്ച് മസാജ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ സ്കിന്ന് നല്ല ഗ്ലോ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നല്ലപോലെ പിഗ്മെൻറ്റേഷനൊക്കെ മാറി നമ്മുടെ കണ്ണിൻ്റെ അടിയിലെ കറുപ്പും മുഖത്തെ കറുപ്പും പാടുകളും ഒക്കെ മാറാനായിട്ട് സഹായിക്കുന്ന ഒരു ഓയിലാണ് കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ടാണ്. അപ്പോൾ ഇത് ഞാൻ മുഖത്ത് തേച്ച് കാണിക്കാം. അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ ആ ഓയിലിൻ്റെ കണ്ട ഞാൻ തേച്ചതിൻ്റെ ബാക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നല്ലതായിട്ട് ഇങ്ങനെ തേച്ചിട്ട് കുറച്ച് 3-4 ഡ്രോപ്സ് മതി തേച്ചിട്ട് നമ്മൾ മൊത്തം തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഒന്ന് മസാജ് കൊടുക്കുക കേട്ടോ. നമ്മുടെ മുഖത്തൊന്ന് മസാജ് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു മസാജ് ഞാൻ ഇങ്ങനെയാണ് മസാജ് കൊടുക്കുന്നത്. ഞാൻ ചെയ്യുന്ന മസാജ് കാണിച്ചു തരാം. ഓയിൽ തേച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ റിങ്കിൾസൊക്കെ നല്ല രീതിയിൽ കുറയാൻ സഹായിക്കും. അപ്പോൾ നമ്മുടെ ഈ ഓയിൽ നല്ല രീതിയിൽ നമുക്ക് റിങ്കിൾസ് കുറയാനും അതുപോലെ തന്നെ കറുത്ത പാടുകളും കലകളും മാറി മുഖം നല്ല ബ്രൈറ്റ് ആവാനായിട്ടും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷനൊക്കെ മാറാനായിട്ടും കരിവാളിപ്പ് മാറാനായിട്ടും ഒക്കെ നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നെല്ലാം നന്നായിട്ട് മാറി നല്ല സോഫ്റ്റായി കിട്ടാനായിട്ടും ഒക്കെ നല്ലതാണ് നമ്മുടെ ഒരു ഓയിൽ കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ മസാജ് ചെയ്യുക. എന്നിട്ട് കണ്ണിൻ്റെ അടിയിലൊക്കെയാണ് ഈ മോതിരവിരൽ വെച്ച് മസാജ് കൊടുക്കുക. ഇങ്ങനെ പിരിയുമൊക്കെ അപ്ലിഫ്റ്റ് ചെയ്ത് മസാജ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ റിങ്കിൾസ് കുറയാൻ സഹായിക്കുന്ന മസാജ്. നല്ല രീതിയിലൊരു മസാജ് കൊടുക്കുക. നമ്മളൊരു 1-2 മിനിറ്റോളം ഒരു മസാജ് കൊടുത്താൽ മതി. ഡെയിലി ചെയ്യുന്നതുകൊണ്ട് ഡെയിലി ചെയ്യുമ്പോൾ 5 മിനിറ്റ് ഒന്നും കൊടുക്കണ്ട. 1-2 മിനിറ്റ് നമ്മളൊന്ന് മസാജ് ഈ ഓയിൽ ചെയ്യുന്ന നേരത്ത് മസാജ് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്തു പോകുന്നത് നമ്മുടെ ഓയിലിട്ട്. അപ്പോൾ നല്ല തിളക്കമാണ് നമ്മുടെ ഓയിലിന്. ഇത് കണ്ടോ, നല്ലൊരു തിളക്കമാണ് മുഖത്ത് തേച്ച് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പം മസാജ് ചെയ്തപ്പോൾ നന്നായിട്ട് അബ്സോർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിളക്കം നമുക്ക് എപ്പോഴും ഡെയിലി ചെയ്യുമ്പം ഈ ഒരു തിളക്കം നമ്മുടെ മുഖത്ത് നല്ല രീതിയിൽ ഗ്ലോ ചെയ്യും നമ്മുടെ മുഖം. നമുക്ക് കാണാം കുങ്കുമപ്പൂവ് അതുപോലെ തന്നെ നമ്മുടെ റോസാപ്പൂവ് ചെത്തിപ്പൂവ് എല്ലാം കൂടെ ചേർത്തുള്ള ഒരു ഫെയർനെസ് ഓയിലാണ് കേട്ടോ. ഈ ഫെയർനെസ് ഓയിൽ നമ്മുടെ എൻ്റെ കാലിൽ തേച്ചപ്പോൾ നല്ലൊരു ബ്രൈറ്റ്നെസ്സും ഒക്കെ വന്നിട്ടുണ്ട്. കറുത്ത പാടൊക്കെ നന്നായിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. അതുപോലെ ടാനെല്ലാം നന്നായിട്ട് മാറി കിട്ടും കൈകളിലെയും കാലുകളിലെയും ഒക്കെ. അപ്പം നമ്മൾ ഈ ഓയിലിലെ എല്ലാ കൂട്ടെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ എള്ളെണ്ണയ്ക്കകത്താണ് ഉണ്ടാക്കുന്നത്. ചുളിവുകളൊന്നും വരാതിരിക്കുന്ന ആൾക്കാർ 30 വയസ്സുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മുടെ ഈ ഓയിൽ തേച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10-60 വയസ്സായാലും ഒരു ചുളിവ് വരാതെയൊക്കെ നമുക്കൊന്ന് തടഞ്ഞു നിർത്താൻ പറ്റും.